ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ദൈവവിളിയെപ്പറ്റി തന്നെയാണ്. നമ്മുടെ കുട്ടികളെല്ലാം 10ാം ക്ലാസ്സും 11ഉം 12ഒക്കെ വേദപാഠ പരീക്ഷയും മറ്റ് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഭാവിയെപ്പറ്റി തീരുമാനമെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈശോ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്ന കാര്യം എന്താണ്? ദൈവവിളിയെ പറ്റിയിട്ട്. ഇന്നത്തെ സുവിശേഷം പറയുകയാണ്, ഈശോയ്ക്ക് ജനക്കൂട്ടത്തിൻ്റെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരായിരുന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, വിളവ് വളരെയുണ്ട്, പക്ഷെ വേലക്കാർ ചുരുക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം തൻ്റെ വിളവിലേക്ക് വേലക്കാരെ അയക്കാൻ. ദൈവവിളിയെപ്പറ്റി, വൈദിക ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്കുള്ള വിളിയെപ്പറ്റി ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട 2 സത്യം ഇതാണ്. ഒരു വ്യക്തിക്ക് ദൈവവിളി ലഭിക്കുക എന്നത് കർത്താവിൻ്റെ തൻ്റെ ജനത്തോടുള്ള അനുകമ്പയുടെ പ്രതിഫലനമാണ്. ദൈവത്തിന് ആ ജനത്തോട് അനുകമ്പ തോന്നി, അതുകൊണ്ടാ ദൈവവിളി ഉണ്ടാവും. 2ാമത്തെ കാര്യം, അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഒരു വൈദികൻ. നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം തൻ്റെ വിളവിലേക്ക് വേലക്കാരി അയക്കാൻ. ദൈവത്തിൻ്റെ അനുകമ്പയുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടേ ദൈവവിളി രൂപപ്പെടുകയുള്ളൂ. ദൈവത്തിന് തൻ്റെ സമൂഹത്തോടുള്ള, സഭയോടുള്ള അനുകമ്പ, അതോടൊപ്പം അനേകായിരങ്ങളുടെ കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥന, ഈ 2ഉം ദൈവവിളി സൃഷ്ടിക്കുന്നു. ഈ അവസരത്തിൽ നാം ഇന്ന് നവമാധ്യമങ്ങളുടെ ലോകത്താണ്. TV-യിൽ അന്തിച്ചർച്ചകളുണ്ട്. എങ്ങനെ ദൈവവിളിയെ അപഹാസ്യമായി അവതരിപ്പിക്കാം എന്നതിൻ്റെ കേളി കൊട്ടുകളാണ് എല്ലാ അന്തിച്ചർച്ചകളിലും വരിക. വൈദിക ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ അത് പ്രത്യേകിച്ച് ബ്രഹ്മചര്യത്തിൻ്റെ മേഖലയിൽ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അവതരിപ്പിക്കുന്നതും സഭയെ താറടിക്കാൻ ഉപയോഗിക്കുന്നതും. നമ്മുടെ നാട്ടിൽ ഒത്തിരിയേറെ പേര് അതുകൊണ്ട് ദൈവവിളിയുടെ മേഖലയെപ്പറ്റി പേടിച്ചു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എറണാകുളം അങ്കമാലി നമ്മുടെ അതിരൂപതയിൽ ഇന്നും മൈനർ സെമിനാരിയൊക്കെ നിറച്ച് പിള്ളേരുണ്ട്. ഏതാണ്ട് ഒരു 30 കൊല്ലം മുമ്പ് എന്തുമാത്രം പിള്ളേർ ദൈവവിളിയുടെ മേഖലയിലേക്ക് വന്നു, അത്രയും പേര് തന്നെ ഇന്നും ദൈവവിളി സ്വീകരിക്കാൻ തയ്യാറായിട്ട് വരുന്നു. 200-ഉം 300-ഉം കുട്ടികളിൽ നിന്ന് 47 പേര്, 45 പേര് റെഗുലറായിട്ട് എല്ലാ വർഷവും നമ്മുടെ പെറ്റി സെമിനാരി കിട്ടുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ആ അവസ്ഥയല്ല പല കോൺഗ്രിഗേഷനുകളിലും പല രൂപതകളിലും ദൈവവിളിക്ക് ആളില്ലാതെയായി. ഇതിൻ്റെ പ്രതിസന്ധി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്നേഹമുള്ളവരെ, ഇന്ന് വൈദിക ജീവിതത്തെ ഏറ്റവും വലിയ ഒരു റിസ്ക് പിടിച്ച അൺനാച്ചുറൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിട്ട് ചിലർ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ വൈദിക ജീവിതത്തിൽ പരാജയപ്പെട്ടവരും സന്യാസത്തെ തോന്നിയാസമാക്കിയെടുത്തവരും സന്യാസ ജീവിതത്തിൽ പരാജയപ്പെട്ടവരും ഇന്ന് എങ്ങനെ ദൈവവിളി വിജയിപ്പിക്കാം, എങ്ങനെ സഭയെ നന്നാക്കാമെന്ന പ്രസംഗങ്ങളാണ് വൈകുന്നേരങ്ങളിലെല്ലാം. ഇതൊത്തിരി പേരെ ദൈവവിളിയെപ്പറ്റി രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ഇടയാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വലിയ വിമർശനങ്ങളുണ്ടായി. ഏതോ വൈദികൻ ബ്രഹ്മചര്യത്തെ കളിയാക്കി സംസാരിച്ച് അത് ഉദയംപേരൂർ സുന്നകദോസ് അടിച്ചേൽപ്പിച്ചത് എന്തോ ആണ്, നവീനമായിട്ട് വന്നതാണ്. ഞാൻ പറയും, ആ മേഖലയിൽ അപഹാസ്യമുണ്ടാക്കൽ, ഉദാഹരണത്തിന് ലൈംഗിക മേഖലകളിൽ തെറ്റിദ്ധാരണ പരത്തിൽ വലിയ എളുപ്പമാണ്. കാരണം എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നൊരു മേഖലയാണ്. എല്ലാ വൈദികരും കഷ്ടപ്പെടുകയും കഠിനാധ്വാനം ചെയ്ത് സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു മേഖലയാണിത്. ഒത്തിരിയേറെ വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ഒരു വ്യക്തി മാത്രം ആ മേഖല വീഴാതെ പിടിച്ചു നിന്നിട്ടുണ്ടാവാം.
പരിശുദ്ധ ദൈവമാതാവ്. കാരണം അവൾ അമലോത്ഭവയായിട്ട് ജനിച്ചതാണ്. പാപത്തിൽ ജനിച്ച എല്ലാ വ്യക്തികളിലും വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഈ വീഴ്ചകളെ പർവ്വതീകരിച്ച് അത് ദൈവീകമായ എല്ലാ ദാനങ്ങളിലുമുണ്ട്. അനുസരണ വ്രതമായാലും ദാരിദ്ര്യവ്രതമായാലും ദൈവീക പുണ്യങ്ങളായ ക്ഷമിക്കുന്ന സ്നേഹമായാലും ശത്രുക്കളോടുള്ള ക്ഷമയായാലും അയൽക്കാരെ സ്നേഹിക്കുന്നതായാലും നമ്മൾ നോക്കൂ, എല്ലായിടത്തും പാളിച്ചകളുണ്ട്, എല്ലായിടത്തും വീഴ്ചകളുണ്ട്. എന്നാൽ ബ്രഹ്മചര്യത്തിൽ വരുന്ന വീഴ്ചകളെ പർവ്വതീകരിച്ച് കാണിച്ച് വൈദിക ബ്രഹ്മചര്യം അപഹാസ്യമാണെന്നും കാലത്തിന് യോജിച്ചല്ലെന്നും മാറ്റപ്പെടേണ്ടതാണ് എന്നും ആരെങ്കിലും പറഞ്ഞാൽ, അതിനിപ്പോൾ എറണാകുളം അതിരൂപതയിലെ ഒരു വൈദികനാണെങ്കിൽ തന്നെയും എറണാകുളം അതിരൂപതയുടെ നിലപാടുമല്ല, എറണാകുളം അതിരൂപതയുടെ വൈദികരുടെ നിലപാടുമല്ല, കത്തോലിക്ക സഭയുടെ നിലപാടുമല്ല. അത് തോന്നിയ അഭിപ്രായം ഓരോരുത്തർ പറയുന്നതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ആ വ്യക്തിക്കുള്ളതാണ്. ഇത് മഹാനായ ഇപ്പോൾ വിശുദ്ധനാവാൻ പോകുന്ന ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ് മൺപാത്രങ്ങളിൽ സംവഹിക്കുന്ന ദാനം. എപ്പോഴത് താഴ്വീഴാം, പൊട്ടിപ്പോകാം, പരിക്കുകൾ ഉണ്ടാവാം. തെറ്റ് പറ്റുക എന്നത് മാനുഷികമാണ്. ആ തെറ്റിനെ തിരുത്തി എണീക്കുക എന്നത് ദൈവികമാണ്. എന്നാൽ തെറ്റിൽ കിടന്ന് ഉഴുവുക എന്നത്, അതിൽ കിടന്ന് കളിക്കുക എന്നത് പൈശാചികമാണ്. ആ പൈശാചിക പ്രവൃത്തിയാണ്. എനിക്കൊരു ആദർശനത്തിനൊത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ എൻ്റെ ജീവിതത്തിനനുസരിച്ച് ആദർശമുണ്ടാവും. വെൻ ഐ ഫെയിൽ ടു ലീവ് അക്കോർഡിംഗ് ടു എ പോളിസി, ഐ ക്രിയേറ്റ് എ പോളിസി അക്കോർഡിംഗ് ടു മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിന് യോജിച്ച രീതിയിൽ ഒരു ആദർശം ഉണ്ടാക്കുക, അതാ ഇവിടെ സംഭവിക്കുന്നത്. അത് പൈശാചികമാണ്. തെറ്റിൽ കിടന്ന് ഉരുളുന്നത് പൈശാചികമാണ്. എല്ലാ വ്യക്തികൾക്കും എല്ലാ പുണ്യങ്ങളിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, പാപമുണ്ടാവാം. കുംഭസാരക്കൂട് നമ്മൾ മരിക്കുന്നത് വരെ യുദ്ധം ചെയ്യേണ്ട ചില മേഖലകളുണ്ടാവാം. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ സാഹചര്യത്തിൽ ബ്രഹ്മചര്യ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾക്ക് ഭയങ്കര സുഖമുണ്ട് കേൾക്കാൻ. ഇക്കിളിപ്പെടുത്തുന്നതാണ്. എല്ലാ വൈറലാവാൻ എളുപ്പമാണ്, ടി വിയുടെ മുമ്പിൽ ആളെക്കൂട്ടൽ എളുപ്പമാണ്, കളിയാക്കൽ എളുപ്പമാണ്, ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തൽ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഒരു വൈദികനെതിരെ ഒരു ദേഷ്യം എന്തെങ്കിലും ആകെ ഈ കേസ് എവിടെയെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് പൊക്കി പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്ന കാണാം. ആ സംഭവം തന്നെ സ്വന്തം ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ വന്ന വയലന്റ് ആവുന്നതും കാണും. അപ്പോൾ ഈ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഏതൊരു പുണ്യം പോലെ ബ്രഹ്മചര്യം എന്നത് യേശു നിർദ്ദേശിച്ച, യേശു ആഗ്രഹിച്ച ഒരു പുണ്യമാണ്. അത് ബൈബിൾ അധിഷ്ഠിതമാണ്. ഏതെങ്കിലും ഒരു സൂനദോസ് അടിച്ചേൽപ്പിച്ചതല്ല. ആ കൺസെപ്റ്റ് തന്നെ തെറ്റാണ്, അറിവില്ലായ്മയാണ്. അത് ബൈബിൾ അധിഷ്ഠിതമാണ്. സ്ലീഹന്മാർ പ്രഘോഷിച്ചതാണ്, സ്വൈഹികമാണ്. യേശു നിഷ്കർഷിച്ചതാണ്, യേശു തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നതുമാണ്. 16-12 വയസ്സിൽ കല്യാണം കഴിക്കുന്ന യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ച യേശു 33 വയസ്സ് വരെ അവിവാഹിതനായിട്ട് തുടർന്നു. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അത് പ്രത്യേക ദാനമാണ്. ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ചെടുക്കുന്ന ഒരു സമർപ്പണമാണ്. ഏതൊരു സമർപ്പണത്തിലും പരാജയങ്ങൾ ഉണ്ടാവാം. പക്ഷേ കർത്താവിൻ്റെ ജീവിതത്തോട് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കാൻ, അവൻ്റെ ജീവിതവും അവൻ്റെ പ്രഭാഷണവും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയാണെങ്കിൽ യേശു ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വീരോചിതമായൊരു പുണ്യമാണ് ബ്രഹ്മചര്യത്തിൻ്റെ ജീവിതം. അവിടെ കളിയാക്കലുണ്ടാവും. യേശുവിനെയും കളിയാക്കിയവരുണ്ടായിരുന്നു. സമറിയാക്കാരി സ്ത്രീയുടെ അടുക്കൽ അവൻ സംസാരിക്കുന്ന കണ്ടപ്പോൾ സ്ലീഹന്മാർ ബൈബിൾ പറയുകയാണ്, ഒരു സ്ത്രീയോട് അവൻ സംസാരിക്കുന്ന കണ്ടപ്പോൾ സ്ലീഹന്മാർ ആശ്ചര്യപ്പെട്ടു. എന്നാൽ അവൻ എന്താണ് സംസാരിച്ചതെന്നോ എന്താണ് ചോദിച്ചതെന്ന് പറയാൻ ഇവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ അപവാദവും ഗോസിപ്പും അത് കർത്താവിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടായിരുന്നു. ഇത് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ദൈവം യേശുവിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. നാം ഒരു വൈദികൻ ദൈവവിളി സ്വീകരിച്ച് സഭയുടെ ഭാഗമായി യേശുവിനെ അടുത്തനുകരിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തെയും യേശുവിൻ്റെ പ്രവർത്തികളെയും അനുകരിക്കാൻ കഠിനാധ്വാനം ചെയ്യണം. ആ കഠിനാധ്വാനം ചെയ്യാമെന്ന പ്രതിജ്ഞയാണ് ബ്രഹ്മചര്യം.
അതാണല്ലോ നിങ്ങളെല്ലാവരും ഇതുപോലെ പ്രതിജ്ഞ എടുത്തവരാണ് ബ്രഹ്മചര്യം പാലിക്കാൻ. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിവാഹിതരും നമ്മളെല്ലാം വ്രതമെടുത്തവരാണ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ഞാൻ ജീവിച്ചു കൊള്ളാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? വ്രതത്തിന് വീഴ്ച സത്യം ചെയ്തതല്ലേ ബൈബിൾ തൊട്ട് എല്ലാവരുടെ ജീവിതത്തിലും. പക്ഷെ തിരുത്തി മുമ്പോട്ട് പോകുന്നു, അതാ ജീവിതം. അതില്ലാതെ വീണ വീഴ്ചയെ നീതീകരിച്ച് അത് ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കലല്ല, അത് പൈശാചികമാണ്. നാം നമ്മുടെ കർത്താവ് വിവാഹ ജീവിതത്തിന്റെ വിശ്വസ്തതയെപ്പറ്റി പ്രസംഗിച്ച അവസരത്തില് മത്തായിയുടെ സുവിശേഷത്തില് 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും. സ്ലീഹന്മാര് സംശയത്തോടെ കർത്താവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയല്ലേ നല്ലത്? വിവാഹം ഇത്ര അഭേദ്യമായ ബന്ധമാണ്, ഇത്ര വിശ്വസ്തത വേണമെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയല്ലേ നല്ലത്? അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുകയല്ല. കൃപയാണ്. ബ്രഹ്മചര്യം എന്നത് കർത്താവിന് വേണ്ടി വിവാഹ ജീവിതത്തെ വേണ്ടെന്ന് വെക്കുന്നത് കൃപയുടെ മേഖലയിൽ ദൈവം തരുന്നൊരു ദാനമാണ്. അത് എന്താ ഈ ദാനം? തുടർന്ന് നമ്മുടെ കർത്താവ് 19-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, എന്തെന്നാൽ ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട്. ചിലർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, കുട്ടികൾ ജനിപ്പിക്കാനും പറ്റില്ല, അങ്ങനെ ജനിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. എന്നാൽ ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുമുണ്ട്. ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ജീവിത ശൈലിയുള്ളവരുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാൻ, കർത്താവിൻ്റെ ജീവിതത്തോട് തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ, അങ്ങനെ ചേർത്ത് വെക്കുന്ന ജീവിതത്തിന്റെ ഗുണം എന്താണ്? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 29-ാമത്തെ വാക്യം, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയും, അവൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 ഇരട്ടി കിട്ടും, വരാനിരിക്കുന്ന രാജ്യത്ത് നിത്യജീവനും. എനിക്ക് വേണ്ടി ദൈവരാജ്യത്തെ പറ്റി ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, ഭർത്താവ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ, മാതാപിതാക്കളെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവന് 100 ഇരട്ടി കിട്ടും. അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടി പെണ്ണ് കെട്ടിയിട്ട് ഉപേക്ഷിക്കണമെന്നുണ്ടോ? നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഭാര്യനെ മക്കളെ ഉപേക്ഷിക്കാനാണോ കർത്താവ് പറയുന്നത്? അല്ല, ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം രൂപപ്പെടുത്തുക. അങ്ങനെ ഞാനൊരിക്കൽ ഒരു ഗ്രൂപ്പിൽ, ഒരു കുടുംബ യൂണിറ്റിൽ ഇതിനു മുമ്പിരുന്ന ഇടവേല് ഇങ്ങനെ പ്രസംഗിച്ചു. തോമാസ് സ്ലീഹ ഭാര്യ ഉണ്ടായിരുന്നു. സ്ലീഹന്മാർക്കെല്ലാം, യോഹന്നാൻ ഒഴികെ എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരും മക്കളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. പത്രോസ് സ്ലീഹയ്ക്ക് ഭാര്യ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മായിയമ്മയ്ക്ക് പനി വന്നപ്പോൾ കർത്താവിനെ കൊണ്ടുപോയി അമ്മായിയമ്മേനെ സൗഖ്യപ്പെടുത്തിയത്. പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അവരാ കുടുംബമൊക്കെ വേണ്ടാന്ന് വെച്ചു. പത്രോസ് ഭാര്യനെയും മക്കളെയും വേണ്ടാന്ന് വെച്ചു. നേരെ റോമിലേക്ക് പോയി അവിടെ രക്തസാക്ഷിയായി. തോമാസ് സ്ലീഹ ഭാര്യയും കുടുംബം വേണ്ടാന്ന് വെച്ച് തിരിച്ചു നമ്മുടെ ഭാരതത്തിലേക്ക് വന്നു. ഉടനെ ഒരു സ്ത്രീ അവിടെ ഇരുന്നേച്ചു, ദുഷ്ടൻ, ഭാര്യനെയും മക്കളെയും വെച്ചാണ് സുവിശേഷം പ്രസംഗിക്കാൻ പോണത്. അപ്പൊ ഭാര്യയെയും ഭർത്താവിനെ കെട്ടിയിട്ട് വേണമെന്നില്ല, കെട്ടാതെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നിൽക്കുക. എന്തിനാ അങ്ങനെ നിൽക്കുന്നത്? ഈശോ കല്യാണം കഴിക്കാൻ നിന്നത് എന്തുകൊണ്ടാണ്? ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. ഐ ആം ബിസി വിത്ത്, ഞാൻ എപ്പോഴും എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാണ്, അതുകൊണ്ട് എനിക്ക് മറ്റൊന്നിനും സമയമില്ല. ഇതാണ് സ്നേഹമുള്ളവരെ, ഈശോ തൻ്റെ ജീവിതത്തിലൂടെ ബ്രഹ്മചര്യ ജീവിതത്തിന്റെ വിശുദ്ധി പറഞ്ഞു. ഈശോ തൻ്റെ പ്രസംഗത്തിലൂടെ അത് സ്ഥാപിച്ചു. ഈശോയെ അനുഗമിച്ച സ്ലീഹന്മാർ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. അവസാനം വന്ന സ്ലീഹ വിശുദ്ധ പൗലോസ് സ്ലീഹ, അദ്ദേഹം കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 7-ാം അധ്യായം 7-ാമത്തെ വാക്യം അദ്ദേഹം പറയും, അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു, എന്നെ പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. എന്നെ പോലെ ആയിരിക്കുന്നത് അവർക്ക് നല്ലത്. അവിവാഹിതരോടും വിധവകളോടും. പൗലോസ് സ്ലീഹ വിവാഹം കഴിച്ചില്ല. തീഷ്ണതയിൽ കർത്താവിന് വേണ്ടി മുഴുവൻ സമയം ജീവിച്ചു, കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ അർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം അതിന്റെ കാരണം പറയണോ? വിശുദ്ധ പൗലോസ് സ്ലീഹ എഴുതിയ കൊറിന്ത്യർക്ക് 1-ാം ലേഖനം 7-ാം അധ്യായം 32-ാമത്തെ വാക്യം, അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കണമെന്ന് ചിന്തിച്ച്
കർത്താവിന്റെ കാര്യങ്ങൾ വ്യാപൃതനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. ആയിക്കോട്ടെ, എല്ലാവർക്കും ദൈവിക കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ മക്കളെക്കാളും എൻ്റെ ഭാര്യയെക്കാളും എൻ്റെ കുടുംബത്തെക്കാൾ എൻ്റെ സ്വത്തിനേക്കാൾ പ്രിയപ്പെട്ടത് എൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണമാണെന്നുള്ള ആ സ്നേഹത്തിൻ്റെ കർത്താവിൻ്റെ വിളിയോട് പ്രത്യുത്തരിച്ച് നിൽക്കുന്നതാണ് ബ്രഹ്മചര്യം. എന്നിട്ട് വിശുദ്ധ പൗലോസിലെ 34 അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാമുണ്ട്. അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ട് അൺഡിവൈഡഡ് ലവ് ദൈവം ആഗ്രഹിക്കുന്നു. നാം പണ്ടൊരു പൂവ് പള്ളി കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് മണത്തു നോക്കാറില്ല നമ്മുടെ നാട്ടില്. അല്ലെങ്കിൽ ശവത്തിലോ മറ്റെവിടെയെങ്കിലും വെച്ച പൂവുണ്ടെന്ന് ആൾത്താരെ വെക്കുകയല്ല. ഫ്രഷ് ആയിട്ടുള്ള പൂവ് ആൾത്താരെ കൊണ്ട് വെക്കുള്ളൂ. മറ്റത് പലരും ഉപയോഗിച്ചിട്ട് ഉള്ള കാഴ്ചയല്ല. പരിപൂർണമായ ചെറുപ്പത്തിലെ തന്നെ ദൈവത്തിന് അതിനൊരു വിലയുണ്ട് എന്ന് കരുതി എല്ലാവരും അങ്ങനെ വേണമെന്നില്ല. ബ്രഹ്മചര്യം ജീവിക്കുന്ന ഒരു വൈദികന്റെ അത്രയും റിസ്ക്കും ദുഃഖവും വേദനയും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ഭാര്യയോട്, ഒരു പെണ്ണിനോട്, ഒരു ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്ന ഏവർക്കുണ്ട്. അവർക്ക് സംഭവിക്കുന്ന ബ്രഹ്മചര്യം ജീവിതം നയിക്കുന്ന അവർക്ക് സംഭവിക്കുന്ന പരാജയം മറ്റെല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, കല്യാണം അച്ഛന്മാരെ കഴിച്ച എല്ലാ പ്രശ്നവും തീരുമെന്നാണ്. എന്തൊരു വലിയ അബദ്ധമാണ്. നമ്മുടെ ഇവിടെ നടക്കുന്ന റേപ്പ് കേസുകളൊക്കെ നോക്കൂ, കല്യാണം കഴിക്കാത്തവരുടെ പ്രശ്നമാണോ? നമ്മുടെ ഇവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുന്ന കേസുകൾ എടുത്തു നോക്കൂ, ആയിരക്കണക്കിന് കേസുകൾ. അവരുടെ കുടുംബത്തിൽ സ്വന്തം ബന്ധുക്കള് കല്യാണം കഴിച്ചവര്. ഞാൻ ഒരു മതത്തെയും പ്രത്യേകം പറയില്ല. ചില മതപഠന ക്ലാസ്സുകളിൽ കുട്ടികൾ എന്നും ദുരുപയോഗിക്കപ്പെടുന്ന കാര്യങ്ങൾ പത്രങ്ങളിൽ നമുക്ക് കാണാം. അവർക്ക് കല്യാണം കഴിക്കാൻ അവകാശമുള്ളവരാണ്. ചിലപ്പോൾ 1 or 2 കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ കല്യാണം കഴിക്കുക എന്നല്ല, ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുക, അർപ്പണ ബുദ്ധിയിൽ വളരുക. എന്തുമാത്രം നാം ദൈവത്തോട് അർപ്പിക്കുന്നോ, എന്തുമാത്രം നാം ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നോ, അത്രയും ഈ കാര്യങ്ങളോട് ശക്തി കുറഞ്ഞിരിക്കും. ജീവിതത്തോട്, അർപ്പണ ജീവിതത്തോട് വിശ്വസ്തത പുലർത്താനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഉദയംപേരൂർ സൂനദോസിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സുറിയാനി വൈദികർ കല്യാണം കഴിക്കുമായിരുന്നു. ഒരു സത്യമാണ്, ഉദയംപേരൂർ സൂനദോസിന് മുമ്പ് നമ്മുടെ സഭയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇന്ന് ഉദയംപേരൂർ സൂനദോസിനെ കുറ്റപ്പെടുത്തുന്നവര് ഉദയംപേരൂർ സൂനദോസിന്റെ പഠനങ്ങൾ പഠിക്കാനുള്ള ആർജവം കാണിക്കട്ടെ. അന്ന് വൈദികർക്ക് ഒരു ബ്രഹ്മചര്യം ഇഷ്ടം. അതിലും ബ്രഹ്മചര്യം പോട്ടെ, അതിലുപരി ബഹുഭാര്യത്വം, വെപ്പാട്ടി, അച്ചിമാര്, ബ്രാഹ്മണ ശൈലി, കുടുമ, ഉടുപ്പിടാതെ വെറുതെ നനഞ്ഞ തോർത്തിയിട്ട് കുർബാനയില്ല, അരയിൽ കെട്ടുകെട്ടിയിട്ട് ഇങ്ങനെ മന്ത്രവാദം, കൂടോത്രം, ഇതൊക്കെ സഭയുടെ ഭാഗമായിരുന്നു. ഇതെല്ലാം അസ്തമിപ്പിച്ച് കളഞ്ഞ സൂനദോസാണത്. അങ്ങനെ സഭയിൽ ബൈബിൾ വിരുദ്ധമായി. ഇനി ബൈബിള് ഉദയംപേരൂർ സൂനദോസിന് മുമ്പ് അപ്രമാണിക ഗ്രന്ഥങ്ങളായിരുന്നു. നമ്മുടെ കർത്താവിനെ അവഹേളിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് സഭയിലുണ്ടായി. എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിലെ എല്ലാ ദുരാചാരങ്ങളും, നമ്മുടെ സ്വാമി വിവേകാനന്ദ ഒരു ഭ്രാന്താലയമാണെന്ന് വിളിച്ചതുപോലെ ജാതി സ്പർദ്ധ. ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരെ പുലയനോ പറയനോ പള്ളിയിൽ ക്രിസ്ത്യാനി അവന് വേണ്ടി പുലയന്റെ പള്ളി, പറയന്റെ പള്ളി, അവനെ പള്ളി കയറ്റാത്ത അവസ്ഥ. അങ്ങനെ ജാതി ചിന്തകളുടെ അധപ്പതനമുണ്ടായിരുന്നു. വിദേശത്ത് വന്ന മിഷണറിമാർക്ക് അത് മനസ്സിലായി. അവരിതിനെ ശുദ്ധീകരിക്കാനായിട്ട് ശ്രമിച്ചു. അതിൽ കുറച്ച് അബദ്ധം പറ്റിയിട്ട് കുറേയേറെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നവോത്ഥാനം ഉണ്ടായത് ഉദയംപേരൂർ സൂനദോസ് കൂടിയിട്ടാണ്. അതിനു മുമ്പ് ഇവിടെ നെസ്തോറിയൻ പാഷണ്ഡത, നമ്മുടെ പള്ളി പരിശുദ്ധ ദൈവമാതാവിനെ ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അവസ്ഥ, പരിശുദ്ധാത്മാവിന്റെ വരവ് പിതാവിൽ നിന്ന് മാത്രം പുത്രനിൽ നിന്നല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഉദയംപേരൂർ സൂനദോസ് 1599 വരെയുള്ള കാലാണ്. 1400 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായ സംഭവമാണ്. അതിനെത്രയോ മുമ്പ് പരിശുദ്ധ സഭയിൽ ഇന്ന് നിക്യ സൂനദോസിന്റെ വിശ്വാസ പ്രമാണം നമ്മൾ ഈ ചെല്ലുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിത ഏകപരിശുദ്ധാത്മാവിൽ എന്ന് പഠിപ്പിച്ച കാലത്ത് പോലും ഇവിടെ ആ പഠനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാഷണ്ഡതയിലും ഹൈന്ദവ മതത്തിലെ നന്മയെ സ്വാംശീകരിക്കാതെ അതിലെ എല്ലാ തിന്മകളിലും ജീവിച്ച ഒരു സമുദായമായിരുന്നു. അപ്പോൾ ഉദയംപേരൂർ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ 390 കാർത്തേജ്
ആഗോള സൂനകദോസ്, കാർത്തേജിൽ നടന്ന സൂനകദോസ്. ആ സൂനകദോസ് നിസാര സൂനകദോസല്ല. ഇന്നത്തെ ബൈബിള് പോലും രൂപപ്പെടുത്തുന്നതിൽ പ്രാധാന്യം വഹിച്ച കാനൂനിയ ഗ്രന്ഥങ്ങൾ ഏതെന്ന് നിശ്ചയിച്ച സൂനകദോസ് പോലും വൈദിക ബ്രഹ്മചര്യം വിശുദ്ധമായൊരു തിരഞ്ഞെടുപ്പാണെന്നും ആ മേഖലയിൽ ചിന്തിക്കണമെന്നും അത് ദൈവത്തിന്റെ ദാനമാണെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. സഭയുടെ ഭാഗമായിരുന്നു. അന്ന് മുതൽ ഇന്നോളം വിശുദ്ധ ബ്രഹ്മചര്യം പാലിക്കാൻ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ, കന്യാത്വം പാലിക്കാൻ ഒത്തിരിയേറെ യുവതി യുവാക്കൾ രക്തസാക്ഷികളായി. ആ രക്തസാക്ഷികളുടെ മണ്ണില നമ്മുടെ സഭ തഴച്ചു വളർന്നത്. ബ്രഹ്മചാരികളുടെ രക്തത്തിന്റെ പറമ്പിലാണ് നമ്മുടെ സഭ വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ നിസ്സാരമായിട്ട് കാണാൻ പരാജയമുണ്ടെന്നേ. എല്ലാവർക്കും വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വീഴ്ചയെ നീതീകരിച്ച് സ്വയം നീതീകരണത്തിന് ഇറങ്ങരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാനമായ യേശു ജീവിതത്തിലൂടെ കാണിച്ചു തന്ന, യേശുവിന്റെ ജീവിതം അനുകരിക്കുന്നവർക്ക് യേശു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന, യേശു പഠിപ്പിച്ച, സ്ലീഹന്മാര് പ്രാവർത്തികമാക്കിയ, സ്ലീഹന്മാർ അവരുടെ ജീവിതത്തിൽ അഭ്യസിച്ച, സ്ലീഹന്മാര് ബൈബിളിലൂടെ പഠിപ്പിച്ച വിശുദ്ധമായ പുണ്യം തന്നെയാണ് ഒളിമങ്ങാത്ത പുണ്യം. ആരൊക്കെ കിടന്ന് അതിൻ്റെ മേലെ കുറച്ച് ചാരം വീശിയാലും അതിൻ്റെ ഒളി മങ്ങുകയല്ല, അതിൻ്റെ പ്രകാശം നിൽക്കും. കത്തോലിക്കാ സഭയുടെ ഏറ്റവും വലിയ ശക്തി വൈദിക സന്യാസ ബ്രഹ്മചര്യമാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ബലഹീനതയും ഈ മേഖലയിൽ തന്നെയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ദൈവവിളിയെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ വൈദിക വിളി സ്വീകരിക്കുന്നവരെല്ലാം ഒരു കുടുംബത്തിലെ ഏക ആൺതരിയാണ്. ഇപ്പം നമ്മുടെ സെമിനാരിയിൽ വന്നിരിക്കുന്നവരെല്ലാം സെമിനാരി നിറഞ്ഞ് എല്ലാം ഫുള്ളാണ്. നമ്മുടെ സെമിനാരി എറണാകുളം. അപ്പോൾ അവിടെ എല്ലാം വന്നിരിക്കുന്നു. പണ്ട് അങ്ങനെയുള്ള കുട്ടികൾ എടുക്കില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ നാം കാണുന്നുണ്ട്. എല്ലാ കാലത്തും സഭയുടെ ശക്തിയും ഈ മേഖലയിൽ തന്നെയാണ്. ഈ മേഖലയിൽ ഉള്ള വൈദികർക്ക് വേണ്ടി, സന്യാസ ജീവിതം കടന്നു വരുന്നവർക്ക് വേണ്ടി, ദൈവവിളിക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.